പൂരത്തിരക്കുകൾക്കിടയിലും ആനകളുടെ പരിശോധനയ്ക്ക് യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല. ഹൈക്കോടതി ഉത്തരവിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ടെങ്കിലും നിലവിലെ പരിശോധനയിൽ തന്നെ അണിനിരക്കാനുള്ള കരിവീരന്മാരുടെ ആരോഗ്യസ്ഥിതി മികച്ച രീതിയിൽ ഉറപ്പുവരുത്തുന്നുണ്ട് അധികൃതർ. ഒപ്പം ചില പൂരവിശേഷങ്ങൾ കൂടി. ഈ ഒരു കൃത്യമായൊരു പരിശോധനയിൽ എന്തെങ്കിലും തട്ടുകേട് സംഭവിച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു ആനയ്ക്ക് തട്ടുകേട് സംഭവിച്ചാൽ പിന്നെ ഒരു 15 ദിവസത്തേക്ക് ഇപ്പോൾ നിലവിൽ. അതേപോലെ ചേട്ടാ, ഇളവുകൾ വന്നിട്ടുണ്ടെന്നുള്ള തരത്തിലായിരുന്നു നമുക്കും കിട്ടിയ വിവരം എന്ന് പറഞ്ഞത്. എന്തൊക്കെ തരം ഇളവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്? നിലവിൽ മുമ്പ് ചെയ്തിരുന്നമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പുതുതായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞിരുന്നുള്ള ഇളവുകൾ കിട്ടിയിട്ടുണ്ട്. പുതിയതിനാണ് മുമ്പത്തെ പോലെ തന്നെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എഴുന്നള്ളിപ്പിന്റെ സമയത്ത് ഇപ്പോൾ 6 മീറ്റർ എന്നുള്ളത് ഒരു പുതിയൊരു മാനദണ്ഡം ഞാൻ 6 മീറ്റർ ഉണ്ട്. 6 മീറ്ററാണ്. അതേപോലെ മറ്റു തരത്തിൽ എന്തെങ്കിലും എഴുന്നള്ളിപ്പിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഇല്ല, ഒന്നുമില്ല. മുമ്പത്തെ തന്നെ എല്ലാം പഴയ രീതിയിൽ. തീർച്ചയായും നന്ദി ചേട്ടാ. അപ്പോൾ ഇത്തരത്തിലാണ് പരിശോധന കാര്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിന് കീഴിൽ എഴുന്നള്ളിപ്പിന് നിൽക്കുന്ന ആനകളുടെ പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. പാറമേക്കാവ് ദേവസ്വത്തിന്റെ ആനകളുടെ പരിശോധന അപ്പുറത്തെ ഭാഗത്താണ്. പാറമേക്കാവ് ക്ഷേത്രത്തിന് മുൻപിലായിട്ടാണ് പരിശോധന നടക്കുന്നത്. വേണാട് നീലകണ്ഠന്റെ പാപ്പാൻ വിഷ്ണു ആണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയാണ് ഇവനാള്? കുറുമ്പനാണോ? കുഴപ്പമില്ല. എത്ര കാലമായി ഇപ്പോൾ? നേരത്തെ നിന്നിട്ടുള്ള ഇപ്പോൾ വന്നിട്ട് 5 മാസമേ ഉള്ളൂ. 5 മാസമേ ഉള്ളൂ. അപ്പോൾ ഇപ്പൊ മതപ്പാട് കഴിഞ്ഞു. എങ്ങനെയാണ് ഈ മതപ്പാടിന്റെ കാര്യങ്ങളൊക്കെ സാധാരണ? അത് ആരോഗ്യമുള്ള ആനയൊക്കെ ഒരു 18 വയസ്സ് തൊട്ട് 80 വയസ്സുള്ള ആനയൊക്കെ ആരോഗ്യമുള്ള മതപ്പാട് കാണിക്കും. ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 45 വയസ്സ്. കഴിഞ്ഞ തവണ പൂരത്തിനുണ്ടായിരുന്നു. വേറെ ആന കൂടെ ഊട്ടുള്ളി പ്രസാദ് എന്ന ആനയും കൊണ്ടുണ്ടായിരുന്നു. ആണ്. എലിഫന്റ് സ്ക്വാഡിന്റെ ആൾക്കാർ തന്നെയുണ്ട്. ചേട്ടാ, എന്താ ചേട്ടന്റെ പേര്? എൻ്റെ പേര് പ്രഭു. എങ്ങനെയാണ് ഇവരുടെ ആരോഗ്യം, അല്ലെങ്കിൽ ഇവരുടെ പരിപാലനങ്ങളൊക്കെ എങ്ങനെയാണ് ഈ പൂരത്തിന്റെ സമയത്ത്? പരിപാലനങ്ങൾക്ക് ഒരു കുറവില്ല. ഇവിടെ അപ്പോൾ തീറ്റയ്ക്കും വെള്ളത്തിനും നല്ല കാര്യങ്ങളൊക്കെ അതേപോലെ ആനകളും ആൾക്കാരൊന്നും അടുത്ത് വരാതെ അതൊക്കെ ശ്രദ്ധിക്കുക. അതിലും നമ്മളെ വിളിച്ച് നിർത്തിക്കുന്നത്. അപ്പം നമ്മൾ ആൾക്കാർ വന്ന് ശല്യം ചെയ്യുക, പിടിക്കുക. ആനക്കാരല്ലാണ്ട് വേറെ വല്ലവരും വരുമ്പോൾ ആനകൾക്ക് അത് ഇഷ്ടപ്പെടില്ല. ഇപ്പം ഒരു വന്ന കുറച്ച് ഇളവുകളുണ്ടല്ലോ, അത് ഒന്നും കൂടെ ഇപ്പോൾ ആനകളുടെ അടുത്തുനിന്ന് ഇത്ര മീറ്റർ മാറി നിൽക്കണം എന്നുള്ള തരത്തിൽ ഒക്കെ കൂടുതൽ സൗകര്യമല്ലേ? കാരണം ആനകള് തീർച്ചയായിട്ടും ആനകൾക്ക് പപ്പന്മാരല്ലാണ്ട് വേറെ ആൾക്കാർ വന്ന് നമ്മൾ തന്നെ സ്കോഡുകാർ നിൽക്കണുണ്ട്. അവിടെ നിൽക്കണേന്ന് നമ്മളൊക്കെ ഒരു ഒതുങ്ങി നിൽക്കുക. ആനകൾക്ക് അതൊരു ഫ്രീഡായി നിൽക്കുമ്പോൾ ആനകൾക്കൊരു ഇതാണ്. ആനകൾക്ക് ഇവരുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ രസം അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ പുല്ല് അതിനനുസരിച്ച് പുല്ലുണ്ടായിരിക്കും, പനമ്പട്ട അതിനനുസരിച്ചിട്ടുണ്ടായിരിക്കും. അതിനിടയ്ക്ക് വെള്ളരിക്കുക, തണ്ണിമത്തൻ എന്നിവയെല്ലാം ഇടകലർത്തിയാണ് കൊടുക്കുക. ചൂടിനനുസരിച്ച് ഒരു 3 നേരം 4 നേരം വെള്ളം കൊടുക്കുകയും ചെയ്യും. ചൂടിന് അനുസരിച്ച് കൊടുക്കുകയും ചെയ്യും. അതെല്ലാം ഒരു സൗകര്യങ്ങളാകുമ്പോൾ ആനയ്ക്ക് അതിൻ്റെതായ ഒരു ഇതായിരിക്കും. പിന്നെ പുറമേ നിന്നുള്ള ആളുകളുടെ ശല്യമില്ലാതിരുന്നാൽ ആനകൾ പക്കയായി നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം പൂർണ്ണമാകും എന്നുള്ള തരത്തിലാണ്. ഇതിൽ നിന്നാണ് നാളത്തേക്കുള്ള 15 ആനകൾ ഈ അണിനിരക്കാനുള്ള, തിരുവമ്പാടിയുടെ ഭാഗത്ത് നിൽക്കാനുള്ള 15 ആനകളും അതേപോലെ മറ്റ് ഒരുപാട് ഘടകക്ഷേത്രങ്ങളുടെ പൂരങ്ങളുമുണ്ട്. അതിലേക്കും ധാരാളം ആനകൾ അണിനിരക്കാനുണ്ട്. അവരുടെയും ഒക്കെ പരിശോധന കൃത്യമായി നടക്കും. എന്തായാലും നമുക്ക് ഒരിക്കലും ആനകളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ അവർക്കറിയാം അവരുടെ ആരോഗ്യസ്ഥിതിയും നമ്മൾ നോക്കേണ്ടതാണ്. നമ്മളെപ്പോലെ തന്നെ ഒരു സഹജീവി തന്നെയാണ്. അപ്പോൾ അവരുടെ ആരോഗ്യവും സുഖസൗകര്യവും എല്ലാം നമ്മൾ കൃത്യമായി നോക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായ എലിഫന്റ് സ്ക്വാഡുകൾ തന്നെ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ ആരോഗ്യ കാര്യങ്ങൾ നോക്കുവാനും അവർക്ക് കൃത്യമായ ഭക്ഷണവും വെള്ളവും. കടുത്ത ചൂടാണ്. ആ ഒരു ചൂട് തീർച്ചയായും അതിനെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് തന്നെ മുൻപ് നമുക്ക് പല ദുരനുഭവങ്ങളും ഇത്തരത്തിലുണ്ടായിട്ടുള്ള അത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന തന്നെ നടക്കുന്നത്. മാത്രമല്ല നാളത്തെ കൊമ്പന്മാർ അണിനിരക്കാനുള്ള കൊമ്പന്മാരെല്ലാം ഇതിന് ശേഷം, ഈ ഒരു പരിശോധനയ്ക്ക് ശേഷം എല്ലാം കൃത്യമായൊരു വിവരം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ക്യാമറ പേഴ്സൺ ഗോകുലിനോടൊപ്പം പ്രസാദ് കാളിദാസൻ, കേരള വിഷൻ ന്യൂസ്.